നമ്മുടെ കോഴികൾ അഴിച്ചിട്ടത് ഞങ്ങളിങ്ങനെ നോക്കി ഇങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കുക. വൈകുന്നേരമായിട്ടാ ഇപ്പം ഇരുട്ടാവും. അപ്പോഴാണ് ഇവിടെ അവസാനം നമ്മുടെ ഔസേപ്പച്ചൻ പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിൽ കണ്ട ഒരു വെളിവായി. എത്ര കൊല്ലമായി ആൾ വന്നിട്ടെന്ന് അറിയോ? ഒരു പറമ്പ് വൃത്തിയാക്കിയിട്ട്. മേച്ചേരിയുടെ പറമ്പാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ. ഇതൊക്കെ ഇങ്ങനെ മേച്ചേരിയുടെ പറമ്പാണ്. പക്ഷെ ഇത് വേറെ ഭാഗം വെച്ചപ്പോൾ വേറെ മേച്ചേരി തന്നെ വേറെ ആരോ ആണ്. അതാണ് ഔസേപ്പച്ചൻ്റെ. അപ്പോൾ ഇവരുടെ സ്ഥലം ഇവരെപ്പോഴും ക്ലീനാക്കി ഇടും. ഇവിടെ വാഴയൊക്കെ വെച്ച് നല്ല കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ കാടായിരുന്നു. എല്ലാ കൊല്ലം വൃത്തിയാക്കുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? വൃത്തിയാക്കണതിൻ്റെ ഒപ്പം അവരെ കൂടെ ഒരു പണിക്കാരനും ഉണ്ട് ചാക്കും കൊണ്ട്. തെങ്ങിൻ്റെ അടക്കിലൊക്കെ എടുക്കണം നാളികേരം പറക്കാനേ. ദൈവം വല്ല പാമ്പുകൾ മതിലിൻ്റെ ഇപ്പുറത്തേക്ക് ചാടുമോ ചേട്ടാ വണ്ടി വരുമ്പോൾ? മതിലിൻ്റെ അടുത്തേക്ക് എത്തി. വലിച്ചു വെടുപ്പാക്കി. പറമ്പിൽ ഇത്ര ഹൈറ്റിൽ മണ്ണുണ്ടല്ലേ? നമ്മുടെ മതിലിൻ്റെ മുക്കാൽ ഉയരത്തിൽ മണ്ണുണ്ട്. നമ്മുടെ പറമ്പ് എന്ത് താന്നിട്ടാണ് എടുക്കണേ. നമ്മളിവിടെ വീട് പണിയണ സമയത്ത് പറമ്പ് നിരപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മണ്ണിങ്ങനെ എടുത്തു അങ്ങോട്ട് നിരപ്പാക്കി. അതുകൊണ്ടാണ് ഇവിടുത്തെ സ്ഥലം ഈ മണ്ണ് ഫലപുഷ്ടി കുറഞ്ഞു. കാരണം മേൽമണ്ണ് പോയില്ലോ. അപ്പം അങ്ങനെ അവിടെ വൃത്തിയാക്കണമെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് അവിടെ ക്ലീനായിട്ട് എടുക്കുന്നത് കാണില്ലേ. അപ്പം അത് കാരണം അതെ, നമ്മുടെ അടുക്കള തോട്ടമല്ലേ, അല്ല മറ്റേ നമ്മുടെ ഈ കൃഷിത്തോട്ടം, അവിടെ വെള്ളത്തിൻ്റെ ഇത് നനയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇവിടുന്ന് ഒരു വലിയ പൈപ്പ് അറ്റം വരെ നീളം കൊടുന്ന് ഇട്ട് വെക്കുക. അപ്പോൾ ഇത് അതുകൊണ്ട് ഇങ്ങനെ നനയ്ക്കുമ്പോഴേ ആകെ ഇങ്ങനെ വലിച്ചാകുമ്പോൾ ഓരോ പച്ചക്കറികളൊക്കെ നാശമായി പോവുക. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യൻ നിക്സൺ നമുക്ക് ഇങ്ങനത്തെ പൈപ്പ് ഇട്ടിട്ട് കണ്ട ഇത് 3 സ്ഥലത്തായിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിക്സൺ പൈപ്പ് ഫിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ രീതി എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഇപ്പോൾ പൈപ്പ് ഇട്ടുകൊണ്ടത് നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെയായിട്ട് നീളത്തിൽ ഇത് അറ്റം വരിയിട്ട് നോക്കാം. ഈ പൈപ്പേ കേട്ടാ കണ്ട ഈ പൈപ്പ് അറ്റം വരെ ഇട്ടുകൊണ്ടത് അറ്റം വരെ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയായിട്ട് വലിച്ച് ഓരോ സ്ഥലത്തേക്ക് നനയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കൊള്ളിയുടെ കടയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ നമുക്ക് 2 ആൾ വേണം നനയ്ക്കണമെങ്കിൽ എപ്പോഴും. ഇതൊക്കെ ഇളകും. ഈ പച്ചക്കറിയുടെ കാലൊക്കെ ഇല്ലേ, ഈ കാലൊക്കെ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ നിക്സൺ ഇങ്ങനെ 3 പൈപ്പ് ഇങ്ങനെ ഇട്ട് തരാമെന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് നനയ്ക്കാൻ. പിന്നെ ഈ പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിബിളാണ്. മടങ്ങിയ ഒടിയ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. ചുളുങ്ങിയാലൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇത് കുറേ പണിതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നനച്ചില്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഇതൊക്കെ നാശമാവും. നമ്മളിതുവരെ പണിത ഇത് വെള്ളത്തിലാവും. അപ്പോൾ അവർ അത് എനിക്ക് ഇട്ട് തരാണ് കേട്ടോ. അപ്പോൾ ഈ അതിർത്തിയിലേ നോക്കിയത് ഇവിടെ നോക്കിയേ ഇങ്ങനെ കടനീളത്തിലേ PVC പൈപ്പ് പിടിപ്പിക്കുകയാണ്. ഇതിൻ്റെ മുകളിലൂടെ PVC പൈപ്പ് നേരെ പിടിപ്പിച്ചിട്ട് 3 പൈപ്പ് നീടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവരത് ഫിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് മുതൽ പച്ചക്കറികളെ നിങ്ങൾക്ക് ഇനി കൂടുതൽ നനവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മളെ ഈ റോട്ടിൽ ഇവിടെ നിന്ന് നടന്ന മാവ് മുറിച്ചു കണ്ട. റോട്ടിലേക്ക് പകുതി വലിയേട്ടൻ്റെ പറമ്പിലേക്കായിട്ട് നിന്നോടന്തേ. അപ്പം അത് മുറിച്ചു. അതിൻ്റെ തൂപ്പൊക്കെയാണ് ഇവിടെ കിടക്കണേ. പിന്നെ ദേ നമ്മുടെ പൈപ്പ് ദേ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കണു. ഫിറ്റ് ചെയ്തു. 3 സ്ഥലത്തു നിന്നാണ് വാൽവ് ഇട്ടേക്കണത് നനയ്ക്കാനായിട്ട് എളുപ്പത്തിനേ. ഒരു വാൽവ് ഇത് കണ്ട, ഒരു വാൽവ് ഇവിടെ ഇട്ടു. അതിൻ്റെ നേരെയാണ് ഈ പച്ച പൈപ്പ്. ഇത് അതിൻ്റെ നിക്സൺ അത് നീളത്തിലാക്കണം. പൈപ്പ് ഫിറ്റ് ചെയ്യാൻ പോകണം. ഇതിന് നീളം എത്ര ഉണ്ടാവും? ഒരു സൈഡിലേക്ക് 30 മീറ്ററാണ് നീളം.
ആ 30 മീറ്റർ വേണ്ടി വരില്ല. ആ നമ്മൾ ഭയങ്കര വെയിലായി തുടങ്ങി. അപ്പോൾ വളങ്ങളൊക്കെ ഇത്ര ചെയ്യണതല്ലേ, അപ്പോൾ നനയ്ക്കേണ്ടി വരും. ഇനിയിപ്പോൾ ചിലപ്പോൾ 2 നേരം നനയ്ക്കേണ്ടി വരും, ചൂട് ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞാൽ. താരോടെ ഓട്ടോറിക്ഷയിൽ വന്നേക്കണേ അവൻ്റെ വണ്ടി കോക്കൂൻ്റെ അല്ലേ? ആ അത്രക്ക് പോരാ. അത് മതി അത് മതി അത് മതി അത് മതി അത് മതി. കുറച്ചും കൂടി അവിടെ വളഞ്ഞിട്ടാ എടുക്കണേ. അതെ, തിരുകൂടി വലിച്ചു കഴിഞ്ഞാൽ തിരുകൂടി അവിടെ വരെ വലിച്ചിട്ട് സരിത. ആ അതെ കറക്റ്റ് ഇത്ര വരെ കിട്ടും. ആ അത് മതി. അത് മതിയോ? അവിടെ വരയ്ക്ക് നമുക്ക് ചീറ്റിക്കാം. അപ്പൊ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ പൈപ്പ് എടുത്തിട്ട് ഇവിടെ ചാല് കയറിയിട്ട് ഇതുമ്പലേക്ക് ഇതാണ്ട ഇങ്ങനെ കണക്ഷൻ കൊടുത്തു. സജീവനോട് ചോദിച്ചു ഇങ്ങനെ ചെയ്യട്ടെ, അപ്പൊ അവൻ പറഞ്ഞു എന്ത് വേണമെങ്കിൽ ചെയ്തോളാം. അങ്ങനെ പൈപ്പ് എടുത്തിട്ട് എപ്പോഴാണ് ഇത് ശരിയത്. അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ ഇങ്ങനെയാണ്. ഇനി ഇതൊന്നല്ല കാര്യം, ഇതിനേക്കാളും വലിയൊരു ഒരു കുഴപ്പം അവിടെ ചെയ്തിട്ടാണ്ടിരിക്കുന്നത്. അത് വിശദമായിട്ട് സരിത പറയും. ഓ അതെൻ്റെ തലയിലേക്ക് വെച്ചു. വാ, ഇവിടെ കുറേ തൂപ്പുകൾ കാണാൻ കണ്ട നോക്കിയേ. അപ്പോൾ നമ്മൾ പോണത് ഈ കള്ളിയിലേക്കാണ്. ഈ കള്ളിയിലത്തെ മരങ്ങൾ വെട്ടി. ഈ കള്ളിയിലിപ്പോൾ 2 മഹാഗണിയും കണിക്കൊന്നേര ചില്ല അങ്ങോട്ട് ഭയങ്കരമായിട്ട് തൂങ്ങിയിട്ടുണ്ടായിരുന്നു, അത് വെട്ടി. പിന്നെ മാവ് ഉണ്ട്, ഈ അശോക ഉണ്ട്. ഇവിടെ ഒരു ഉങ്ങാണ് നിന്നോടന്നെ അറിയില്ല, ഒരു ഉങ്ങ് ഇങ്ങനെ 2 ചില്ല എങ്ങനെയായിട്ട് അതിൽ ജ്യൂസ് വേൾഡ് എന്ന് മറ്റേ കോക്കു നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന പലക അത് വെച്ചിട്ട് ഇവിടെ നടന്ന ആ ഉങ്ങിന് എന്തിട്ട് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചില്ലയിട്ട് ദ്രവിച്ച് വരാം. ദ്രവിച്ചിട്ട് അതിങ്ങനെ ഒടിഞ്ഞു വീഴാം. അപ്പൊ എന്തോ ഒരു കേട് വന്ന പോലെ. അപ്പൊ അത് വെട്ടി 2 തേക്ക് അവിടെ നിന്നോടുന്നു. അതെന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷി ഓഫീസർ വന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആള് വന്നിട്ട് പറഞ്ഞു ഇവിടെ തേക്കിൻ്റെ ഇല നമ്മൾ അടിച്ചു വാരി കൂട്ടിയിൽ തേക്കിൻ്റെ ഇല കണ്ടപ്പോഴേ ആള് പറഞ്ഞു തേക്കിൻ്റെ ഇല ബാക്കി ചവറുകളുടെ കൂടിയിട്ടിട്ട് ഉണ്ടാക്കുന്ന വളമല്ലേ അത്, അങ്ങനെ വളം ഇലകൾ ഇട്ടിട്ട് കമ്പോസ്റ്റ് വളം ഉണ്ടാക്കണതിൽ ഒരിക്കലും തേക്കിൻ്റെ ഇല പെടരുതെന്ന്. തേക്കിൻ്റെ ഇലയിൽ എന്തോ ഒരു സാധനം ഉണ്ട്, അത് സൂക്ഷ്മജീവികളെയൊക്കെ നശിപ്പിക്കും. അപ്പോൾ തേക്കിൻ്റെ ഇല ചേർന്നിട്ട് ഉണ്ടാക്കണ വളം ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് പൊട്ടയാണെന്ന്, അത്ര നല്ലതല്ലാന്ന്. അപ്പം നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിലായാലും പിന്നെ നമ്മൾ ചവറുകൾ ഇടണേലൊക്കെ ഈ തേക്കിൻ്റെ ഇല ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തേക്ക് ആ 2 തേക്ക്. പിന്നെ അത് മാത്രമല്ല തേക്കിൻ്റെ ഇല വീണിട്ട് ഇവിടുത്തെ പുല്ലുകളൊന്നും ഉണ്ടാവില്ല. ഈ കള്ളിയിൽ മാത്രം പുല്ല് നന്നാവണില്ല. അപ്പോൾ ആ തേക്കിൻ്റെ ഇല വീണിട്ടാവുമെന്ന് വിചാരിക്കണു. അത് കോക്കൊന്ന് പറഞ്ഞിട്ടായിരുന്നു തേക്ക് നിൽക്കണോടത്ത് അടിയിൽ പുല്ല് വൃത്തിയിലുണ്ടാവില്ല എന്ന്. അപ്പം അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന 2-3 മരങ്ങളൊക്കെ വെട്ടി, അതിൻ്റെയൊക്കെ ചില്ല വെട്ടി. അവിടെ ഒരു മാവ് ശോഷിച്ചു നിന്ന് തുടങ്ങും, അത് വെട്ടി കളഞ്ഞു. അങ്ങനെ എന്നിട്ട് ചേട്ടൻ ദേ വാങ്ങിച്ചോണം. എന്താണ് ഇത്? കുണ്ടിലാൻ ഗാർഡൻ ഫ്രൂട്ട് ആൻഡ് പ്ലാന്റ്. അവിടേക്ക് വന്നത് കുണ്ടിലാൻ. ഈ ചേട്ടനാണ് അതിൻ്റെ ഓണർ അല്ലേ? കാലാപ്പാടി ഒന്ന് കാലാപ്പാടി ഇത് നമ്മൾ എടുത്തോണ്ട് കേട്ടോ. എന്തൊക്കെയാ കേട്ടെ, കാലാപ്പാടി, ഇത് മൽഗോവ, ഇത് വിയറ്റ്നാമേരിൽ, ഇത് കോട്ടൂർ കോണം, ഇത് തായ്ലൻഡ് ഓർ സീസൺ, അത് കാലാപ്പാടി. അതിൻ്റെ അപ്പുറത്ത് ഒരു അബിയു. ഇങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തോണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ മതി. അബിയു വലുത് നോക്കിട്ടാ, അബിയു കായുള്ളത്. ഇതിനെത്ര വില വരുന്നത്? 4000 രൂപയാണ് കായുള്ളതിനാണ് വരുന്നത് കേട്ടോ. വലുതിന്. പിന്നെ അങ്ങോട്ട് പോകണം. റംബൂട്ടാൻ 3500 ഉണ്ട്, മാംഗോസിന് 3000, 2000, 1200. പിന്നെ പോകണമെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകണമെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ, കുറേ തരം ഉണ്ട്. അപ്പോൾ നിനക്കൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോൺ നമ്പർ തരാം. ഇതൊക്കെ അല്ലേ മാംഗോസ്. കണ്ട ഇതിനൊക്കെ എന്ത് വിലയുണ്ട്? 3000 വരെ. അങ്ങനെ പല വലിപ്പമുണ്ടല്ലേ.
ഇത് നമ്മുടെ ഒരു ഏതാ നീ എന്തിട്ടാ ഒരു നല്ല സിന്ദൂരൻ. ഇത് സിന്ദൂരൻ ഒരു മാമ്പഴം നല്ല ടേസ്റ്റ് ഉള്ളത് തിന്നിട്ട് അതിന്റെ അണ്ടി കുഴിച്ചിട്ടുണ്ടായിട്ടുള്ളതാ. പക്ഷെ ഇതുവരെ ഇത് പൂത്തിട്ടില്ല. ഷോ വീണനെ പനജഗു ഇത് ഇതുവരെ പൂത്തിട്ടില്ല. ഒരു 5-10 കൊല്ലൊക്കെ ആയി തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോക്കുണ്ടല്ലോ, ഈ മരം വെട്ടാൻ വന്നപ്പോൾ അടുത്ത കൊല്ലാകുമ്പോഴത്തേക്കും ഇവൻ പൂക്കള് കാണിച്ചു തരണോന്ന് ചോദിച്ചിട്ട് ഇത് ഇവിടെ ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. മോതിരവള എന്നാണ് ഇതിനെ പറയാ. ഇതുപോലെ ചുറ്റും ചെത്തിയിട്ട് വട്ടത്തിൽ ചുറ്റും ചെത്തിയിട്ട് എടുക്കും. അത് വലിയ കനത്തിൽ അതിന്റെ തടിയോട് ഒപ്പെടുക്കില്ല എന്നാ അതിനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒരു കറക്റ്റ് ഇങ്ങനെ എടുത്തു. അപ്പൊ അടുത്ത കൊല്ലാകുമ്പോഴത്തേക്കും പൂക്കും എന്ന് അവൻ ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ പറയാട്ടാ. അപ്പൊ ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോണത് ഈ ഇപ്പൊ നമ്മൾ ഈ വാങ്ങിച്ചു കൊണ്ടുവന്നത് ഇതൊക്കെ കുഴിച്ചിടാൻ പോവാണ്. എന്തായാലും ഞാനിപ്പോൾ അത് ഇവിടുത്തെ മരങ്ങൾ മുറിച്ചു എന്ന് ചോദിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നില്ലേ. ഞാൻ സരിതോട് പറഞ്ഞില്ലേ സരിത? അതല്ല എൻ്റെ വിഷമം, അതല്ല ചേട്ടൻ ഇവിടെ ഇങ്ങനെ ഈ മരങ്ങൾ കണ്ണി കണ്ട മരങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ കേട്ടില്ല. അല്ല ചേട്ടൻ ഇവിടെ ഈ മരങ്ങൾ ഇങ്ങനെ വെക്കണ സമയത്ത് നമ്മുടെ അമ്മ വന്നിട്ട് പറയും, എന്താ മോനെ ഈ കണ്ണി കണ്ട കാട്ടുമരങ്ങൾ വെക്കാണ്ട് എന്തിട്ടെങ്കിലും വല്ല മാവാ പ്ലാവാ അങ്ങനെ എന്തെങ്കിലും വല്ല നമ്മൾ തിന്നില്ലെങ്കിൽ വല്ല കിളികൾ കണ്ണാറക്കണ്ണന്മാർക്കെങ്കിലും തിന്നാനായിട്ട് ഉള്ള എന്തിട്ടെങ്കിലും പഴങ്ങളൊക്കെ ഉണ്ടാവണ വല്ല ചെടികളൊക്കെ മരങ്ങളൊക്കെ വെക്കണം മോനെ പറയും അമ്മ. അങ്ങനെ എപ്പോഴും പറയൂട്ടാ. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാണ്ട് എന്നോട് പറയാറുണ്ട്. ആ ഇപ്പം എന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണെന്ന് നോക്കിയാൽ മാവ് പ്ലാവ് അബിയു അതൊക്കെയാണ് ഇപ്പൊ വാങ്ങിച്ചേക്കണം ചേട്ടൻ. അല്ല ഞാൻ നടന്ന സമയത്ത് മരങ്ങൾ കണ്ടു. അല്ല ആ മരങ്ങള് മാവും പ്ലാവും ഇല്ലേ അന്നും? മാവും പ്ലാവൊക്കെ ഉണ്ട്. സാരില്ല, ഇപ്പോഴാണ് കുട്ടികൾക്ക് യോഗ എന്ന് വിചാരിച്ചോ. അതെ, അന്നേ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ നല്ല തണലും ഇതൊക്കെയാണ്. ഇനിയിപ്പൊ ഇനി കുറെ നാളത്തിന് ഇവിടെ വെയിലായി. ഫ്രണ്ടിലത്തെ കള്ളി ഇവിടെ ഒരു വെളിവായി. അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ആ ഭാഗത്തും ഈ ഭാഗത്തും തണലുണ്ട് കേട്ടാ. പക്ഷെ ഇവിടെ വെയിലായി. സരിതത്തിനാണ് നീങ്ങ എന്തേ കൈക്കോട്ടിന് എൻ്റെ ആയുധം വെച്ചുള്ള കളിന് മനസ്സിലായോ? ശരി ശരി, എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റും. ഇല്ല ഞാൻ പോവാ. അവിടെ നാതി. പിന്നെ ഞാൻ ഈ മരങ്ങളെ കുഴി കുത്തുണ്ടല്ലോ, സരിതേനെ കൊണ്ടാണ് നടിപ്പിക്കുന്നത്. ഇവിടെ പറയണത് ഞാൻ നടുമ്പോൾ ഫലങ്ങൾ കുറവാണെന്ന് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? നിന്റെ കൈ കൊണ്ട് ഞാക്കുമ്പോൾ എന്തോരം ഉണ്ടാവും അറിയാലോ. മാവൊക്കെ ചേട്ടൻ എന്തോരം മാവ് ഇവിടെ ചുറ്റും വെച്ചിട്ടുണ്ടോ, ഒന്നും പൂവിടണില്ല. റംബുട്ടാനും ഉണ്ടായി. റംബുട്ടാനും ഉണ്ടായില്ലേ? അപ്പൊ ഞാൻ കുഴിച്ചിട്ടില്ലല്ലേ? അതെ, പക്ഷെ മാവും എന്താണ് ഉണ്ടാവാത്ത അതറിയില്ല. അത് എൻ്റെ കുറ്റല്ല. നമ്മളിതൊക്കെ വിചാരിച്ചിട്ടാണോ? ചേട്ടനെ കന്നിമാസത്തിലത്തെ കാർത്തികേയകാരം ഉണ്ടേ. കന്നിമാസം എന്ന് പറയുമ്പോ കന്യക അങ്ങനെയല്ല. അപ്പൊ ചേട്ടൻ എപ്പോഴും ഒരു കന്യകൻ ഇതാണ് എന്തുകൊണ്ട് അല്ലേ? അതാണോ? എനിക്കറിയില്ല ഉണ്ടാവാത്തത് എന്താണെന്നറിയില്ല. ബാക്കി ചെടികള് മറ്റേ വിത്തുകൾ കുഴിച്ചിടുന്നതിനൊന്നും ഉണ്ടാവാണ്ടിരിക്കണമൊന്നുമില്ല. ഇതൊരു കുഴപ്പമില്ല. ഇതിപ്പോ മാവുകളൊക്കെ വലിപ്പമുള്ള കാരണം ഇതിൽ മാവും അപ്പുറത്ത് നടുവിൽ അബിയല്ലേ പറഞ്ഞു നീ? നടുവിൽ അബിയോ അതിന്റെ അപ്പുറത്ത് മാവ്, ഇങ്ങനെയല്ലേ പറഞ്ഞു? പരമാവധി വീടിന്റെ വാതിലിന്റെ നേരെ മരം വേണ്ട. അതില്ല. ഈ കണിക്കൊന്ന വാതിലിന്റെ നേരെയാ? അല്ലല്ല, വാതിലിന്റെ നേരെ ആകുമ്പോൾ ഇവിടേക്ക് വരാം കേട്ടാ. ഇത്രയ്ക്ക് ഇതിൽ വരാം. വാതിലിന്റെ നേരെ, പ്രധാന വാതിലിന്റെ നേരെ മരങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സത്യമാണോ അന്ധവിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ. ഒരു കൂവളം വാങ്ങിക്കായിരുന്നു അല്ലേ? നമ്മുടെ ഒരു കൂവളം ഉണങ്ങിയതല്ലേ, അവിടെ വെക്കായിരുന്നു കന്നിമൂലയില്. വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് തരുത്. കന്നിമൂലയില് ചേട്ടൻ വർത്താനം പറയണ്ട. കൊത്തിയോണ്ട് ഇതാക്കായിരുന്നില്ല? കൊത്തിയോണ്ട് വേണ്ട. ഇതന്നെ ഭയങ്കരമായിട്ട് താത്തരുത്. കാരജിനി അതിൻ്റെ ഒട്ട് മണ്ണിലേക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മണ്ണിൻ്റെ അടിയിൽ മൂടാൻ പാടില്ല ഈ ഒട്ട് മാവിൻ്റെ കേട്ടാ. ഇതാണ് ഒട്ട് കണ്ട. അവിടെ മരം മൂടാലോ. ഇതിവിടെ ഇപ്പൊ ഈ മരം ഇത് വെച്ചിട്ടില്ലേ, ഇപ്പൊ ഈ മണ്ണ് വെച്ചിട്ടില്ലേ, അത്രയ്ക്ക് തന്നെ കേട്ടാ. ഇതിന്റെ അത്രയ്ക്ക് അതിൽ മണ്ണ് നിൽക്കണം. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് താഴ്ത്തിട്ട് കാര്യമില്ലെന്ന്. അതായത് ഇതിന്റെ ഈ മദർ ട്രീ ഉണ്ടാവില്ലേ, അത് ഉള്ളിൽ പോണോണ്ട് കുഴപ്പമില്ലല്ലോ. അതും വന്ന് വരുന്നത് വേറെ അല്ലേ?
അല്ലേ? ഇങ്ങനെ പറഞ്ഞു സരിതാ. ഇതേതാ? ഇതിന്റെ പേര് ഇത് സിന്ദൂരാണോ? സിന്ദൂരം കിട്ടിയില്ലേ? അൽഫോൺസ, കാലാപ്പാടി, കാലാപ്പാനി, പിന്നെ വേറെ 2 പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോണത് അതാണെന്ന് പറഞ്ഞ. അപ്പം നമ്മുടെ ഇവിടെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എല്ലാം നട്ട് വരുമ്പോൾ ഞാൻ തവിട് പിടിയോ സരിതാ. കുറേശ്ശെ നട്ടാൽ മതി. മൊത്തം 6 വാങ്ങിച്ചിട്ടില്ലേ? 3 ഇന്ന് നട്ടാൽ മതി. 3 നാളെ രാവിലെ നടാം. ഇതിപ്പോൾ പരമാവധി നട്ട് കഴിക്കണം. അല്ല, എന്തിനാ ഒക്കെ കൂടി ഒരുമിച്ച് ചെയ്തിട്ട് ക്ഷീണിക്കാൻ നിൽക്കണ്ടല്ലോ. കറക്റ്റായില്ലേ? ഇപ്പം മണ്ണിൻ്റെ ഉയരായില്ലേ? മതിയല്ലേ? ഒരു കുഴി കുത്തി കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് വളങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചോളുന്നുണ്ട് കേട്ടോ. അത് ജൈവവളമാണ് വാങ്ങിച്ചത്. വളങ്ങൾ ഇടാറില്ല. അല്ല, ജൈവവളങ്ങളാണ് വാങ്ങിച്ചോളുന്നുള്ളത്. എല്ലുപൊടി ഇടാറുണ്ട് നമ്മൾ ഇല്ലേ? എല്ലുപൊടിയേ 5 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എല്ലുപൊടിയേ. തുറന്നേ. ഇതൊരു ജൈവവളമാണ്. ഇതിന് മുളൊന്നും മുറിച്ചേ. എല്ലുപൊടിക്ക് ജാതി മണ. ഇതൊരു തരം ചാക്ക് വേണ്ടി വരില്ലല്ലോ. ഇത് മുറിക്കട്ടെ. ചാക്ക് നൂല് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വയ്ക്കാൻ പോണത് നമ്മൾ ഈ മാവിനെയാണ് വയ്ക്കാൻ പോണത് കേട്ടോ. ഇത് സരിതയാണ് വയ്ക്കാൻ പോണത്. അതെ, പൂക്കോന്ന് നോക്കണല്ലോ. എന്നിട്ട് ഇനി പൂക്കോന്ന് നോക്കാലോ. ചാണപ്പൊടി ഞാൻ എടുത്തിട്ട് മുകളിൽ നിന്ന് എടുത്തിട്ട് വരട്ടെ. ചാണപ്പൊടി എടുക്കട്ടെ. ഒരു ചാക്കുണ്ട് മുകളിൽ നിറച്ച്. കുറേ നാൾ മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ചാണപ്പൊടി. അത് കഴിഞ്ഞു. അത് വിട്ടോക്കാൻ മോട്ടർ. അപ്പൊ അങ്ങോട്ട് തുറന്നുണ്ടാ? അയ്യോ, തുറക്കണെങ്കിൽ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. വിട്ടാ മതി. അപ്പൊ എന്തൊരു ചെയ്യണ്ട? ആദ്യമേ അത് അടച്ചിട്ട് തുറക്കണം. അവിടെ ഏതെങ്കിലും തുറന്നു വെച്ചിട്ടുണ്ടാ? മോട്ടർ വിടാം. അവിടെ മോട്ടർ വിട്ടിട്ട് അവർ ടെസ്റ്റ് നടത്താൻ പോകണം. ചാണപ്പൊടി വാങ്ങിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി. വേനൽക്കാലത്ത് വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാ. എല്ലാം ഇട്ട് കഴിഞ്ഞു. അങ്ങോട്ട് അവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മോട്ടർ വിട്ടിട്ടുണ്ട്. വാ, അപ്പോൾ സക്സസ് ആയി നടത്താം. അപ്പൊ അതിന് നീളല്ലോ. അല്ല, അതിനെങ്കിലും കട്ടിണ്ടല്ലേ? ഇതിന് നീളല്ലോ. ഇതിനത്രയ്ക്ക് വേണ്ട നീളം. എന്തേ? ഇത് ഇവിടെ വരെ മതി. അങ്ങോട്ട് ഇവിടെ ഒന്നും ചെയ്യില്ല നമ്മള്. ചില്ലി എവിടെ ചെയ്യാം. അതേ വെള്ളം വന്നു കണ്ടാ. അത് ഞാൻ ശരിയാക്കാം. വിട്ടുപോരോ? ടൈറ്റ് ആക്കണം ചേട്ടാ. അതാക്കാം. ഇനിയിപ്പോ നനയ്ക്കാൻ സുഖമായി എനിക്ക്. ഞാനേ എന്താ ഭയങ്കര കഷ്ടപ്പാടാട്ടെ നനയ്ക്കുന്ന കാണുമ്പോ എനിക്ക് തന്നെ വലിച്ച് തോറ്റു. അപ്പൊ നമ്മുടെ ശരി. ഇപ്പൊ 3 സ്ഥലത്ത് ബുക്കിയുമായി. ഇപ്പൊ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നല്ല മഴ വരുന്നുണ്ട്. നിർത്താല്ലേ? നിർത്തിക്കാം. ഞാൻ മോട്ടർ നിർത്തട്ടെ. അതൊന്നും തുറന്ന് നോക്കിക്കോ. 3 എണ്ണം വേണ്ട, ഞാൻ അടയ്ക്കാം. അത് തുറക്ക്. മറ്റോടെ തുറന്നിട്ട് വേണം ഇവിടെ അടയ്ക്കാൻ. ഇങ്ങോട്ട് സരിത. അവിടെ സരിത അടുത്ത വാൽവ് തുറക്കാൻ പോണം. ഈ ഇവിടെ കേട്ടാ. നീ ഈ പൈപ്പിൽ വെള്ളം വരുന്നു. അടച്ചു. അടുത്തത്. അപ്പോൾ ഈ സൈഡിൽ നനയ്ക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കണ്ടാ, ഈ പൈപ്പിൽ നീളം കുറവായിട്ടാണിത്. ഒന്നും വെക്കില്ലേ? ഈ പൈപ്പിനെ നീളം കുറവ്, നടുവിലത്തേന് നീളം കുറവാ. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, ഇനി അടുത്തത് ഇവിടെ കണ്ടാ. ഇത് നല്ല നീളത്തിലിട്ടോണത് ഇവിടെ മാറിയിട്ടുണ്ട്. കുഴപ്പമില്ല.
അതിന് നീളം കൂടുതലാണോ? ആ മൂല വരെ എത്തണ്ടേ? ആ അല്ല ഇപ്പം ഇത് മുറിച്ച് കളയണ്ടല്ലോ. അങ്ങനെ നമ്മുടെ അങ്ങനെ എൻ്റെ ഒരു എളുപ്പപ്പണിയായി. അപ്പോൾ പൊട്ടിക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയുണ്ട് കേട്ടാ, അടിപൊളിയുണ്ട്. നന്ദി മാത്രമുള്ളൂ അല്ലേ എന്ന്. ഓക്കെ, അടിപൊളി. അവിടുത്തെ സാധനം ശരിയായി. ചാണപ്പൊടി എടുത്തു. ഈ സരിതയാണ് ആദ്യത്തത് കുഴിച്ചിടാൻ പോകുന്നു കേട്ടോ. ഇതെന്തിട്ടോളാ? അത് ജൈവവളമാണ്. അതിങ്ങനെ ചെടികൾ നടുമ്പോഴേ, മരങ്ങൾ നടുമ്പോൾ ഇടാനുള്ളതാണ്. അപ്പോൾ വളം വിടലൊക്കെ ഞാൻ ഇട്ട് തരാം, നീ അതിൽ വെക്കിലാണ് നിൻ്റെ. ഇത് ചാണപ്പൊടി വേണ്ട, ഒന്നാമത്തേൽ അതിൽ വളം നല്ലോണം ഉണ്ടായിരിക്കും. വളപ്പം ചെയ്യണ്ടെന്ന് പറഞ്ഞവര്. ആ അതന്നെ, വളം അവര് പറഞ്ഞിട്ടുണ്ട് ചെയ്യണ്ടെന്ന്. അപ്പൊ ഇതിൽ നന്നായിട്ട് വളം. ഇതിപ്പോ ഈ ഉറങ്ങി ഇതിങ്ങനെ പുറത്തെടുക്കാൻ പറ്റുമോ? അയ്യോ, അങ്ങനെ പറ്റുമോ? നോക്കിയോണ കീറണ്ട വരില്ല എങ്ങനെയും അതിലെ കയറാ. ഇവിടെ അങ്ങനെ കീറിക്ക് ഇതിങ്ങനെ ഇങ്ങോട്ട് മലർത്തി പോരും കേട്ടാ. ഇതിപ്പോ നിനക്ക് ഞാൻ എടുത്ത് വയ്ക്കാൻ പറ്റാ, നിനക്ക് ആരോഗ്യം ഉണ്ടാവോ? കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇല്ലേ പൊങ്ങില്ലേ, നിന്റെ രണ്ടര ഓടിയും. നോക്കി നോക്കട്ടെ, ഇതും എടുത്തിട്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ പറഞ്ഞ തന്നെ ഒന്ന് വെച്ചോക്കട്ടെ. ഞാൻ ആദ്യത്തെ മരം സരിത വയ്ക്കാൻ പോകണം കേട്ടാ. കൊണ്ടു ഇടരുത് കേട്ടാ. ഇല്ല, അതൊക്കെ വയ്ക്കണം. കിഴക്കോട്ട് തിരിഞ്ഞിട്ട് അപ്പുറത്ത് അങ്ങനെയൊക്കെ ഉണ്ടാ. മരം വെക്കുമ്പോ അങ്ങനെ ഒരു ഇതുണ്ട്. ഈശ്വര, ഞാൻ അവിടെ വരെ പൊക്കി തരാം. ചേട്ടാ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇനി അവിടെ നിൽക്കാം അപ്പുറത്തേക്ക്. വെക്കുന്ന സരിത. അങ്ങനെ ഫസ്റ്റ് മരം സരിത വെച്ചു കേട്ടാ. നിൽക്ക് ഇതൊക്കെ ഇടട്ടെ, കുറച്ച് പൊടി കുറേശ്ശിട്ട് കൊടുത്താൽ മതി. ചുറ്റിത്തിരി കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇപ്പോൾ കുറച്ച് നാളത്തേക്കുള്ള വളത്തിൽ നന്നായിട്ട് ഉണ്ടാവേ എല്ലുപൊടി. മതി ചേട്ടാ. മണ്ണ് ഒരു സ്വല്പം ഇടല് വെച്ചാൽ മാത്രം പോരാ, ഒരു സ്വല്പം മണ്ണിട്. കൈക്കോട്ടുണ്ട്. ആദ്യം ഇട്ടൊന്നല്ല, ഞാൻ എടുക്കാറൊക്കെയുണ്ട്. ഈ പ്രതീര് അവിടുന്ന്. അപ്പം എല്ലാം നീ തന്നെ വെച്ചാൽ മതി. ഓക്കെ, ഞാൻ വയ്ക്കാം. മതി. ഇനി ഞാനാക്കാം മണ്ണിടാം. നനയ്ക്കണം കേട്ടാ. ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് എത്ര വലിയ മഴയാണെങ്കിലും നനയ്ക്കണം എന്ന് പറയാ. ഇന്നല്ല, ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് വരാം. ഇതിൻ്റെ വശം താഴാൻ പാടില്ല. അപ്പം ഭയങ്കരമായിട്ട് താത്തിട്ട് കുടിച്ചിട്ട് കാര്യമില്ല കേട്ടാ. ഇത് മുകളിൽ നിൽക്കണം എന്നാ പറഞ്ഞ. ഇവിടുന്ന് വെള്ളം എടുത്തോടേ. വേണ്ട. ഇത് ഭയങ്കര സന്തോഷമല്ലേ മരം നടുമ്പോൾ? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പൂത്തിരി എത്തും. അതിൽ കുറേ വെള്ളം കൊള്ളും. ഇത് ഇവിടെ മുക്കി ഒഴിച്ചു, അതിലേക്ക് ഒഴിക്കും. ആ മണ്ണിനെ ഒന്ന് ഇളക്കണ. വേണ്ട, ഈ വെള്ളം എടുക്കണ്ട. വേണ്ട, എടുക്കാല്ലേ. പിന്നെ ഇത് ബെസ്റ്റ് വളമല്ലേ. ഇതിൽ മീൻ പെടൂ. മീനും കീനൊന്നും പെടില്ല. മീനൊക്കെ ഉണ്ട്, ഗപ്പികൾ ഇഷ്ടം പോലെ ഉണ്ട്. മതി, ഇത്ര വെള്ളം മതി. ഇവിടെ നമ്മൾ അബിയാണ് നടാൻ പോകുന്നത് കേട്ടാ. ഏതാ ഇവിടെ വെക്കാൻ? അബി ബെസ്റ്റ് പറയല്ലേ അത്. പിന്നെ പേര് തിങ്ങിട്ട് നോക്കി സരിത. സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക് അവൻ കടക്കാൻ പോവുകയാണ്. ചേട്ടൻ്റെ തല ഇത് വൈറ്റുണ്ട് കേട്ടാ.
ഞാൻ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ കടയ്ക്ക് വെച്ചിട്ട് യെസ്. ശരിക്കും നേരെ തന്നെയല്ലേ? മണ്ണിട് എവിടെ കൈ കൂട്ട് അയ്യോ മണ്ണിടതിൻ്റെ മുന്നേ ഇത് ചെയ്യണ്ടേ? മറ്റേ വളം. കുറച്ച് എല്ലുപൊടി. കൃഷ്ണ 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 രാധാ കാമുക. രണ്ടാമത്തെ അയ്യോ കുഴപ്പമില്ല. ഐ അല്ല ഈ സൈഡിൽ അല്ല ശരിക്കും ഇതിൻ്റെ അടിയിൽ തേക്കിൻ്റെ വേരുണ്ട്. കാരണം അതിൻ്റെ മാക്സിമം താത്തിയിട്ടത് പിന്നെ താഴില്ല. തേക്കിൻ്റെ പേര് കുറേ നാൾ കഴിഞ്ഞ് ഇങ്ങനെ ദ്രവിച്ചില്ലാണ്ടായി പോവും. മറക്ക് ഇനി ഞാനേക്കാം. വെള്ളം എടുത്തോ. അടുത്തത് കുഴി കുത്തണം. അതാണ് ഇവിടുത്തെ നിങ്ങൾ വളച്ചില്ലാത്ത കണ്ട വെള്ളം ഇറങ്ങണില്ലേ? മേലാകെ ചെളി തെറിക്കും.